ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആരും കാണാതെ പോകരുത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കൊഞ്ചല്ല, ഉണക്കക്കൊഞ്ച് തീയൽ വയ്ക്കാൻ പോകും. അതേ കൊഞ്ചെല്ലാം വൃത്തിയാക്കി ഞാൻ ചൂടാക്കി ഇതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് വെള്ളത്തിൽ ഇട്ടേക്കുക. പിന്നെ തീയൽ വയ്ക്കാനുള്ള പച്ചമുളകും ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ തക്കാളി, തേങ്ങാക്കൊത്ത് ഇത്ര റെഡിയാക്കി വെച്ചു. പിന്നെ തേങ്ങ വറുക്കാനെക്കൊണ്ട് തേങ്ങ, ചുമന്നുള്ളി, കറിവേപ്പില, 2 ഉലുവാമണിയും കൂടെ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ ഇടണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഓക്കെ, മൊബൈൽ ഞാൻ എവിടോട്ടേലും ഒന്ന് വെക്കാൻ നോക്കട്ടെ. പിന്നെ ചീര തോരൻ വയ്ക്കാനെ കൊണ്ടത് ചീര കഴുകി എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചേക്കും. വെള്ളം തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പം മൊബൈൽ നമുക്കിവിടെ ഇട്ട് ചാരി വയ്ക്കാം. മൊബൈൽ വയ്ക്കാൻ പറ്റത്തില്ല, അതെൻ്റെ വിഷയം. അപ്പം നമുക്ക് തേങ്ങ വറുത്തെടുക്കണേ. ഞാൻ റൂമിലോട്ട് പോയത് എണ്ണ വലിയ ടിന്നിനകത്തേതാണ്. അപ്പോൾ ചെറിയ ടിന്നിനകത്ത് ഞാൻ ഒഴിച്ച് അവിടെ വെച്ചിട്ടിങ്ങ് പോകുന്നു, മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ എണ്ണയും കൂടെ പോയി എടുത്തുകൊണ്ട് വരട്ടെ. തേങ്ങ വറക്കെന്ന് പറഞ്ഞാൽ ശകല എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താലേ പെട്ടെന്ന് അത് വറുത്തെടുക്കുക. എണ്ണ ഇവിടെ വെച്ചപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ ഏകദേശം മൂത്ത് വന്നതേ. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിന് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ചൂടിൽ മുളക് പൊടി തീർത്ത് മല്ലിപ്പൊടി, അത് ഓക്കെ ആയി. അപ്പം നമുക്കിത് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. കടുക് മേടിക്കണം. കടുകിട്ടു. കറിവേപ്പിലെല്ലാം ഉണങ്ങി. തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ചിടാം. ഉള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന്
വഴണ്ട് കിട്ടാനാണ്. അടച്ച് വെക്കുക. ഉള്ളി ഒന്ന് വഴന്ന് ഇപ്പം നമ്മൾ ഉള്ളി വഴണ്ട് കളയാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തു. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കുക. അപ്പോഴത്തെ തക്കാളി വേവട്ടെ. അപ്പോഴത്തേക്ക് വെള്ളത്തിൽ ഇട്ടേക്കുന്ന കൊഞ്ച് കഴുകി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമ്മുടെ തക്കാളി വഴണ്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കണ്ടേ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചട്ടിക്കാകും കാണാൻ പറ്റത്തില്ലേ. ഇനി ഇതിരുന്ന് വേവട്ടെ. നമുക്ക് ഇച്ചിരി പുളി വെള്ളത്തിൽ ഇടണം. പിന്നെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ അരച്ചെടുക്കണം. അപ്പം നമുക്ക് തേങ്ങ വറുത്ത് വെച്ചത് അരച്ചെടുക്കാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. വെള്ളം ഒഴിച്ചതല്ല, കണ്ടോ ഇത്. അയ്യോ, ഇങ്ങനെ കുത്തിരി ചരിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതേ കണ്ടോ, ഒട്ടും വെള്ളം ഒഴിച്ചതല്ല. അതിപ്പം എണ്ണയാണത്, കണ്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ ശരിക്കും പൊടിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. ഈ വറുത്ത പാനിൽ തന്നെ എണ്ണ ഈ വെള്ളം ഒഴിച്ചു. ഇനി ഇതിപ്പോൾ കട്ടിയായിട്ട് വരുവേ, കാണിച്ചു തരാം. അപ്പം കൂട്ടുകാരെ കണ്ടോ, നേരത്തെ കറുത്ത കളറല്ലായിരുന്നു, ഇപ്പോൾ ദേ കണ്ടോ ചുമന്ന കളറായി. കണ്ടോ, നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. പിന്നെ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ. തക്കാളി ഇട്ടിട്ടുണ്ട്, കുറച്ച് പുളിയെ ചേർത്തിട്ടുള്ളൂ. അതിരുന്ന് വേവട്ടെ. നമുക്കിനി അരച്ച് വെച്ചേക്കുന്ന ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്പൂൺ ഇടുന്നതിന് നല്ലത് കൈ കൊണ്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. നോക്കട്ടെ, ഉപ്പ് നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. ഉപ്പ് കുറവാണ്, ചെറുപ്പിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അത് തിളച്ചൊന്ന് പറ്റട്ടെ. തീയിൽ തിളച്ച് പറ്റട്ടെ. നമുക്ക് ചീരത്തോരൻ വയ്ക്കാം. അരി ഇടുക, കടുക് വറുക്കണം. തേങ്ങ കുറവായിട്ടുണ്ട്. ജീരകം ഇട്ട് കൊടുക്കണം. അപ്പോൾ അരിയെല്ലാം പൊട്ടി വന്നു. വെളുത്തുള്ളിയും പച്ചമുളകും ചതയ്ക്കുന്നില്ല കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കും. ചീര ഇട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് ചീരത്തോരൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ചതയ്ക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് വയ്ക്കാം. തീരുണ്ട്. തീര് റെഡിയായി ചീരത്തോരൻ. അപ്പം നമ്മുടെ തീയലും റെഡി. തോരൻ റെഡി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും ബായ്.